ഇന്നും പണത്തിന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഓർത്ത് കരയുകയും എന്റെ വരുമാനം വളരെ കുറവാണല്ലോ, ഞാൻ എന്തു ചെയ്യാനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് നിങ്ങളോട് തന്നെ പറയുന്ന വെറുമൊരു ഒഴിവുകഴിവ് മാത്രമാണ്. നിങ്ങളുടെ പോക്കറ്റിനെയല്ല, മറിച്ച് നിങ്ങളുടെ ചിന്തകളെ സമ്പന്നരുടേതാക്കി മാറ്റുന്ന അചഞ്ചലമായ 12 നിയമങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓർക്കുക, ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യമെന്നത് പണത്തിന്റെ കുറവല്ല, മറിച്ച് ബുദ്ധിയുടെ നാശമാണ്. ചിന്തകൾ മാറുമ്പോൾ കുറഞ്ഞ വരുമാനം കൊണ്ടുപോലും നിങ്ങൾക്ക് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഒരു നിമിഷത്തേക്ക് ലോകത്തോട് കള്ളം പറയുന്നത് നിർത്തി നിങ്ങളോട് തന്നെ ഒരു കൈപ്പേറിയ ചോദ്യം ചോദിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങൾ കിടക്കയിൽ കിടക്കുകയാണ്, എന്നാൽ ഉറക്കം നിങ്ങളിൽ നിന്ന് കാതങ്ങൾ അകലെയാണ്. കാരണം മനസ്സിൽ ഒരു പേടിപ്പെടുത്തുന്ന സിനിമ മാത്രമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നാളത്തെ ചിലവുകൾ എങ്ങനെ നടക്കും? പോക്കറ്റിൽ വെറും 200 രൂപയോ 300 രൂപയോ മാത്രം ബാക്കിയുള്ളപ്പോൾ പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും രോഗിയാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവിന്റെ വിവാഹക്ഷണക്കത്ത് വരികയോ ചെയ്യുന്ന അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് ഒരാളുടെ അവസ്ഥ എന്താണെന്ന് മറ്റൊരാളോട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എപ്പോഴെങ്കിലും ബാത്റൂമിലെ ടാപ്പ് തുറന്നിട്ടോ അല്ലെങ്കിൽ തലയിണയിൽ മുഖമൊളിപ്പിച്ചോ നിങ്ങൾ കണ്ണുനീർ തുടച്ചിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, ഞാനൊരു കഴുതയെപ്പോലെ കഷ്ടപ്പെടുന്നു, എന്നിട്ടും എന്റെ വിധിയിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എഴുതിവച്ചിരിക്കുന്നത്? ഉണ്ടെങ്കിൽ കേട്ടോളൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും ഇതേ പരിഭ്രാന്തിയോടെ ഉണരുകയും ഇതേ ഭയത്തോടെ ഉറങ്ങുകയും ചെയ്യുന്നു. രാവിലെയുള്ള നെട്ടോട്ടം, വൈകുന്നേരത്തെ ക്ഷീണം, മാസാവസാനം അതേ ശൂന്യമായ കൈകൾ, മനസ്സിൽ ഒരു ചോദ്യം മാത്രം, എന്റെ ജീവിതം മുഴുവൻ ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി മാത്രമായി തീരുമോ? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സത്യം പരിചയപ്പെടുത്താൻ പോകുന്നു. ഇത് നിങ്ങളുടെ സ്കൂളോ കോളേജോ പഠിപ്പിച്ചിട്ടില്ലാത്ത, ആരും നിങ്ങളെ ഇരുത്തി മനസ്സിലാക്കി തരാത്ത ഒരു സത്യമാണ്. ആ കൈപ്പേറിയ സത്യം ഇതാണ്: കുറഞ്ഞ വരുമാനം കൊണ്ടല്ല ഒരാൾ ദരിദ്രനായി തുടരുന്നത്, ആ വരുമാനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്തതുകൊണ്ടാണ് അയാൾ ദരിദ്രനായിരിക്കുന്നത്. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരു ചെറിയ ദ്വാരമുള്ള കുടം ഒരിക്കലും നിറയാത്തതുപോലെ അതിനെ കടലിൽ മുക്കിയാൽ പോലും അതുപോലെ ശരിയായ മാനേജ്മെന്റ് ഇല്ലാതെ ഒരാൾക്കും ഒരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല. അയാളുടെ വരുമാനം ലക്ഷങ്ങളാണെങ്കിൽ പോലും ദരിദ്രനായ മനുഷ്യന് പണം സമ്പാദിക്കാൻ അറിയാം, എന്നാൽ പണം കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിപ്പിക്കണമെന്ന് അവനറിയില്ല. അതുകൊണ്ടാണ് അവൻ ദരിദ്രനായി മരിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നോക്കൂ. ഒരേ നഗരത്തിൽ ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന രണ്ടുപേർക്കും 15,000 രൂപയാണ് ശമ്പളം. എന്നാൽ 5 വർഷത്തിനു ശേഷം ഒരാൾ വിലക്കയറ്റത്തെക്കുറിച്ച് പരാതിപ്പെട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തെയാൾ അതേ 15,000 രൂപയിൽ നിന്ന് കുറച്ചുകുറച്ചായി മിച്ചം പിടിച്ച് ഒരു ബൈക്കും സ്വന്തമായി കുറച്ച് സ്ഥലവും വാങ്ങുന്നു. ഇത് തലവരയുടെ വ്യത്യാസമാണോ? ഇത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വ്യത്യാസമാണ്. ഇത് ചാണക്യനീതിയുടെ വ്യത്യാസമാണ്. വർഷങ്ങളായി നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ആ ചക്രവ്യൂഹത്തിൽ നിന്ന് നിങ്ങളെ പുറത്തുകൊണ്ടുവരാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെ സമ്പന്നരാക്കുന്ന ആ 12 സൂത്രങ്ങളെക്കുറിച്ച്, ആ 12 നയങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ കേട്ടാൽ ഞാൻ വാക്ക് നൽകുന്നു, നിങ്ങളുടെ ശമ്പളം ഇന്നും അതുതന്നെയായിരിക്കും, എന്നാൽ നിങ്ങളുടെ പോക്കറ്റിൽ പണം ലാഭിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ നയം നിങ്ങളുടെ ചോർച്ചകൾ തിരിച്ചറിയുക എന്നതാണ്. സ്വന്തം ഖജനാവിൽ എവിടെ നിന്നാണ് ചോർച്ചയുണ്ടാകുന്നത് എന്നറിയാത്ത ഒരു രാജാവിന്റെ രാജ്യം സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ പോലും നശിച്ചുപോകുമെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിരുന്നു. നമ്മുടെ ജീവിതവും ആ പൊട്ടിയ കുടം പോലെയായി മാറി. ശമ്പളം കൂടുന്ന ദിവസം എല്ലാം ശരിയാകുമെന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ സത്യം ഇതാണ്: ആ ദ്വാരം അടയ്ക്കാത്തിടത്തോളം കാലം ശമ്പളം വർദ്ധിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. സമ്പന്നനാകാനുള്ള ആദ്യ നിയമം കൂടുതൽ സമ്പാദിക്കുക എന്നതല്ല. ആദ്യ നിയമം നിങ്ങളുടെ പണം എവിടെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് കണ്ടെത്തുക എന്നതാണ്. ബജറ്റുണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് മിക്കവരും ചോദിക്കാറുണ്ട്. നമ്മുടെ പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാം. വാടകയ്ക്ക് പോകുന്നു, ഭക്ഷണത്തിന് പോകുന്നു എന്നവർ പറയും. എന്നാൽ ഇത് പകുതി സത്യം മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല നിങ്ങളുടെ പണം പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഇടത്തേക്കാണ് നിങ്ങളുടെ പണം പോകുന്നത്. ചിലപ്പോൾ 50 രൂപയുടെ ഓൺലൈൻ ഫുഡ് ഓർഡർ, ചിലപ്പോൾ 100 രൂപയുടെ ടാക്സി, ചിലപ്പോൾ സുഹൃത്തുക്കളുമൊത്തുള്ള ചായകുടി, ചിലപ്പോൾ വെറുതെ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന 200 രൂപയുടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ. ഈ 10 അല്ലെങ്കിൽ 20 രൂപയ്ക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കാൻ കഴിയുക എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ തുള്ളിത്തുള്ളിയായിട്ടാണ് കുടം നിറയുന്നതെന്നും തുള്ളിത്തുള്ളിയായിട്ടാണ് കുടം കാലിയാകുന്നതെന്നും ചാണക്യൻ പറയുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ മുതൽ ഒരു തപസ് തുടങ്ങണം. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങളുടെ പോക്കറ്റിൽ ഒരു ചെറിയ ഡയറി സൂക്ഷിക്കുക. പോക്കറ്റിൽ നിന്ന് പോകുന്ന ഓരോ രൂപയും ആ ഡയറിയിൽ എഴുതുമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നിങ്ങൾ 1 രൂപയുടെ മിഠായിയാണ് വാങ്ങിയതെങ്കിൽ പോലും അത് എഴുതുക. തുടക്കത്തിൽ ഇത് നിങ്ങൾക്ക് വളരെ വിചിത്രമായി തോന്നും. ഞാൻ എന്തൊരു പിശുക്കനായുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ 10 ദിവസത്തിനു ശേഷം ആ ഡയറി നോക്കുമ്പോൾ നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതായി നിങ്ങൾക്ക് തോന്നും. നിസാരമെന്ന് നിങ്ങൾ കരുതിയിരുന്ന ചായയ്ക്കു വേണ്ടി ഒരു മാസം 1000 രൂപ നിങ്ങൾ പാഴാക്കിയെന്ന് നിങ്ങൾ കാണും. ആവശ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന ഓൺലൈൻ ഷോപ്പിംഗ് യഥാർത്ഥത്തിൽ ഒരു ലഹരി മാത്രമായിരുന്നു. ഇത് എഴുതേണ്ടത് എന്തുകൊണ്ട് അത്യാവശ്യമാണ്?
കാരണം ശത്രുവിനെ കാണാതെ അവനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ചാണക്യനീതി പറയുന്നു. നിങ്ങളുടെ അനാവശ്യ ചിലവുകളാണ് നിങ്ങളുടെ ശത്രുക്കൾ. നിങ്ങൾ ചിലവുകൾ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോർ ഉണരുന്നു. അടുത്ത തവണ നിങ്ങൾ പോക്കറ്റിൽ നിന്ന് 100 രൂപയുടെ നോട്ടെടുക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ നിൽക്കും. നിങ്ങളുടെ ദാരിദ്ര്യം തോൽക്കാൻ തുടങ്ങുന്ന നിമിഷം അതുതന്നെയാണ്. രണ്ടാമത്തെ നയം കോട്ടകെട്ടൽ അഥവാ ശരിയായ ബജറ്റ് നിർമ്മാണം എന്നതാണ്. ആസൂത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം നശിക്കുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ബജറ്റ് എന്ന പേര് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയമാണ്. ബജറ്റ് എന്നാൽ പിശുക്കാണെന്ന് അവർ കരുതുന്നു. എന്നാൽ സത്യം നേരെ വിപരീതമാണ്. ബജറ്റ് നിങ്ങളെ തടയുന്നില്ല. ബജറ്റ് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നു. നിങ്ങളുടെ പണം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ബജറ്റ് നിങ്ങൾക്ക് നൽകുന്നു. എന്നാൽ 99% ആളുകളും ബജറ്റ് ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെടുന്നു. അവർ ആവേശത്തിൽ കടുത്ത നിയമങ്ങൾ ഉണ്ടാക്കുകയും 10 ദിവസത്തിന് ശേഷം അത് തെറ്റിക്കുകയും ചെയ്യുന്നു. പാലിക്കാൻ കഴിയുന്ന നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് ചാണക്യൻ പറയുന്നു. കുറഞ്ഞ ശമ്പളത്തിലും പ്രവർത്തിക്കുന്ന ഒരു രീതി നിങ്ങൾ ഉണ്ടാക്കണം. ഇതിനെ നാം 50, 30, 20 നിയമം എന്ന് വിളിക്കുന്നു. എന്നാൽ നാം ഇതിനെ ചാണക്യന്റെ ശൈലിയിൽ മനസ്സിലാക്കും. നിങ്ങളുടെ വരുമാനത്തെ 3 തിരിക്കുക. ആദ്യത്തെ ഭാഗം 50%. ഇതാണ് നിങ്ങളുടെ ജീവൻ രക്ഷ. അതായത് ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ചിലവുകൾ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, കുട്ടികളുടെ വിദ്യാഭ്യാസം. എന്തുതന്നെ സംഭവിച്ചാലും നിങ്ങളുടെ ശമ്പളത്തിന്റെ പകുതി ഭാഗം ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പോകണം. നിങ്ങളുടെ ആവശ്യങ്ങൾ 50%-ൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരിധിക്കപ്പുറം കാല് നീട്ടുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതശൈലി താഴേക്ക് കൊണ്ടുവരണം. രണ്ടാമത്തെ ഭാഗം 20%. ഇതിനെ ചാണക്യൻ അടിയന്തര നിധി എന്ന് വിളിക്കുന്നു. ഇത് നിങ്ങൾ തൊടാൻ പാടില്ലാത്ത പണമാണ്. ഇത് നിങ്ങളുടെ മോശം സമയത്തെ കൂട്ടുകാരനാണ്. ആളുകൾ ചെയ്യുന്ന തെറ്റെന്താണ്? ആദ്യം ചിലവാക്കാം എന്ന് അവർ ചിന്തിക്കുന്നു. പിന്നെ ബാക്കിയുള്ളത് ലാഭിക്കാമെന്ന് കരുതുന്നു. അവസാനമൊന്നും ബാക്കിയുണ്ടാകില്ല. നിങ്ങൾ നേരെ വിപരീതമാണ് ചെയ്യേണ്ടത്. ശമ്പളം കിട്ടിയുടനെ ആദ്യം ഈ 20% എടുത്തു മാറ്റിവെക്കുക. ഈ പണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ മറന്നേക്കുക. മൂന്നാമത്തെ ഭാഗം 30%. ഇത് നിങ്ങളുടെ സുഖത്തിനും ആഗ്രഹങ്ങൾക്കുമുള്ള ഭാഗമാണ്. നാം മനുഷ്യരാണ്. നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും എപ്പോഴെങ്കിലും പുറത്തു പോകാനും നാമും ആഗ്രഹിക്കുന്നു. ഈ 30% അതിനുവേണ്ടിയുള്ളതാണ്. എന്നാൽ ഓർക്കുക, ഇത് 30% മാത്രമേ ആകാവൂ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഈ പരിധിക്കുള്ളിൽ നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കുറ്റബോധം തോന്നില്ല. നിങ്ങളുടെ സുരക്ഷയ്ക്കുള്ള ക്രമീകരണം നിങ്ങൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയും. എന്നാൽ ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ കളി ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. കാരണം അടുത്ത നയത്തിൽ ചിതൽ പോലെ നിങ്ങളുടെ വീടിനെ പൊള്ളയാക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നു. ഇനി നാം മൂന്നാമത്തെ നയത്തെക്കുറിച്ച് സംസാരിക്കും. ഇതിനെ ഞാൻ ചിതൽ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു. ശത്രു, രോഗം, അഗ്നി എന്നിവയെ ഒരിക്കലും ചെറുതായി കാണരുതെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിരുന്നു. ഇവയ്ക്ക് ഉടനടി ചികിത്സ നൽകിയില്ലെങ്കിൽ അവ ഒരു വലിയ രൂപം പ്രാപിക്കുകയും നിങ്ങളെ ഭസ്മമാക്കുകയും ചെയ്യും. കൃത്യമായി ഇതേ നിയമം നിങ്ങളുടെ പണത്തിന്റെ കാര്യത്തിലും ബാധകമാണ്. എന്തെങ്കിലും വലിയ സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് പണം തീരുന്നത് എന്ന് മിക്കവരും ചിന്തിക്കുന്നു. വില കൂടിയ മൊബൈലോ ബൈക്കോ വലിയ ഉപകരണങ്ങളോ പോലെ. എന്നാൽ സത്യം ഇതിന് നേരെ വിപരീതമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദാരിദ്ര്യത്തിന് കാരണം ആ വലിയ ചിലവുകളല്ല, മറിച്ച് ചിതൽ പോലെ നിശബ്ദമായി നിങ്ങളുടെ പോക്കറ്റ് തിന്നുന്ന ചെറിയ ചെറിയ ശീലങ്ങളാണ്. അത് നിങ്ങൾ അറിയുന്നുപോലുമില്ല. ഒന്ന് ശ്രദ്ധയോടെ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ദൈനംദിനമുള്ള ഒരു ചെറിയ ശീലം വർഷത്തിൽ നിങ്ങൾക്ക് 10,000-കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തുമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞേക്കില്ല. എന്നാൽ ഇനി ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ ദിവസവും 40 രൂപയുടെ ചായയോ ലഘുഭക്ഷണമോ തണുത്ത പാനീയമോ കഴിക്കുന്നുവെന്ന് കരുതുക. ദിവസവുമുള്ള ഈ 40 രൂപ വളരെ ചെറുതായി തോന്നുന്നു. വെറും 40 രൂപയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ ഈ 40 രൂപ മാസത്തിലെ 30 ദിവസവുമായി ഗുണിക്കുമ്പോൾ അത് 1200 രൂപയാകുന്നു. അത് വർഷത്തിലെ 365 ദിവസവുമായി കൂടിച്ചേരുമ്പോൾ ഈ നിസ്സാര തുക 14,600 രൂപയായി മാറുന്നു. വെറുമൊരു ചെറിയ ശീലം, അങ്ങനെ 15,000 രൂപ ഇല്ലാതായി. സുഹൃത്തുക്കളെ, ഇത് വെറുമൊരു ശീലത്തിന്റെ മാത്രം കാര്യമാണ്. ദിവസവും പുറത്തുനിന്നുള്ള പ്രഭാത ഭക്ഷണം, അനാവശ്യമായി ബൈക്കിൽ കറങ്ങുക അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുക തുടങ്ങി ഇത്തരത്തിലുള്ള 3-4 ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി നിങ്ങളുടെ ഒരു വർഷത്തെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ചാരമാക്കും. ഏറ്റവും അപകടകരമായ കാര്യമെന്തെന്നാൽ നിങ്ങൾ ഇതൊന്നും അറിയാതെ തന്നെ എല്ലാ മാസവും ഈ പണം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതിനർത്ഥം നാം ജീവിക്കുന്നത് ഉപേക്ഷിക്കണമെന്നാണോ? നാം ചായ കുടിക്കുന്നത് നിർത്തണമെന്നാണോ? ചാണക്യൻ ബുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്, ത്യാഗത്തെക്കുറിച്ചല്ല. പണം ലാഭിക്കാനുള്ള ഏറ്റവും മികച്ച നിയമം ഒഴിവാക്കുക എന്നതല്ല, മാറ്റുക എന്നതാണ്. നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണെങ്കിൽ 300 രൂപയുടെ കഫേ കോഫിക്ക് പകരം 20 രൂപയുടെ വീട്ടിലെ കോഫി കുടിക്കുക. നിങ്ങൾക്ക് സുഹൃത്തുക്കളെ കാണണമെങ്കിൽ വില കൂടിയ റെസ്റ്റോറന്റിൽ പോകുന്നതിന് പകരം പാർക്കിൽ വെച്ച് കാണുക. ദൂരം കുറവാണെങ്കിൽ പണം കൊടുത്ത് വാഹനം വിളിക്കുന്നതിന് പകരം നടന്നു പോവുക. ഓർക്കുക, പണം ചിലവാക്കുന്നത് നിർത്തുന്നവനല്ല സമ്പന്നനാകുന്നത്,
പണം ശരിയായ സ്ഥലത്ത് ചിലവാക്കാൻ പഠിക്കുന്നവനാണ് സമ്പന്നനാകുന്നത്. ഈ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ വർഷാവസാനം നിങ്ങൾക്ക് ഒരു മാസത്തെ അധിക ശമ്പളത്തിന് തുല്യമായ പണം നൽകാൻ കഴിയും. ഇനി നമുക്ക് നാലാമത്തെ നയത്തിലേക്ക് വരാം. വിശ്വസിച്ചാലുമില്ലെങ്കിലും 99% ആളുകളും ഈ നയം അറിയാത്തതുകൊണ്ടാണ് ജീവിതകാലം മുഴുവൻ ദരിദ്രരായി തുടരുന്നത്. ഇതിനെ വിത്തിന്റെ നിയമം എന്ന് വിളിക്കുന്നു. ഒരു കർഷകനെ നോക്കൂ. വിളവെടുപ്പ് കഴിയുമ്പോൾ അവൻ ആദ്യം എന്താണ് ചെയ്യുന്നത്? അവൻ ആ ധാന്യം മുഴുവൻ കഴിക്കുമോ? അവൻ ആദ്യം അടുത്ത കൃഷിക്കുള്ള വിത്ത് മാറ്റിവെക്കുന്നു. അവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷാമമുണ്ടെങ്കിൽ പോലും അവൻ ആ വിത്തിൽ തൊടില്ല. കാരണം ഇന്ന് അവൻ ആ വിത്ത് കഴിച്ചാൽ നാളെ അവന് വിതയ്ക്കാനൊന്നും ഉണ്ടാകില്ലെന്നും അവൻ പട്ടിണി കിടന്ന് മരിക്കുമെന്നും അവനറിയാം. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഇന്നത്തെ മനുഷ്യൻ ആ കർഷകനേക്കാൾ മോശമായിരിക്കുന്നു. ശമ്പളം വരുമ്പോൾ ആളുകൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം ബില്ലുകൾ അടയ്ക്കുന്നു, പിന്നെ സാധനങ്ങൾ വാങ്ങുന്നു, പിന്നെ ഷോപ്പിംഗ് ചെയ്യുന്നു, എന്നിട്ട് ബാക്കിയുള്ളത് ലാഭിക്കാം എന്ന് സ്വയം പറയുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, മാസാവസാനം ഒരിക്കലുമൊന്നും ബാക്കിയുണ്ടാകില്ല. നിങ്ങളുടെ ഭാവിയിലെ കൃഷിക്കുള്ള വിത്ത് നിങ്ങൾ നേരത്തെ തന്നെ കഴിച്ചു കഴിഞ്ഞു. വിജയകരമായ ആളുകളും സമ്പന്നരും ഇതിനു നേരെ വിപരീതമാണ് ചെയ്യുന്നത്. അവർ ആദ്യം സമ്പാദ്യം, പിന്നെ ചിലവ് എന്ന് പറയുന്നു. അക്കൗണ്ടിൽ ശമ്പളം വന്നാലുടൻ അവർ തങ്ങളുടെ നിക്ഷേപത്തുക മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അതായത് പണം കണ്ണിൽ നിന്നും അകലെയായിരിക്കും. കണ്ണിൽ നിന്നും അകലെയുള്ളത് മനസ്സിൽ നിന്നും അകലെയായിരിക്കുമെന്ന് ഓർക്കുക. പണം കാണാതിരിക്കുമ്പോൾ ചിലവാക്കാനും തോന്നില്ല. ഈ വിദ്യ കേൾക്കുമ്പോൾ വളരെ ചെറുതായി തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരുന്ന മാന്ത്രിക വഴി ഇതാണ്. ഇത് പണം ലാഭിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇത് നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നു. നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറുന്നു. എന്റെ സമ്പാദ്യത്തിന് ശേഷമാണ് എന്റെ ചിലവുകൾ ആരംഭിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. എന്റെ ചിലവുകൾക്ക് ശേഷമല്ല എന്റെ സമ്പാദ്യം വരുന്നത്. ഈ ചെറിയൊരു മുൻഗണന കുറച്ചു വർഷങ്ങൾക്ക് ശേഷം എപ്പോഴും പണമുള്ള ഒരാളായി നിങ്ങളെ മാറ്റുന്നു. ഇനി നാം അഞ്ചാമത്തെ നയത്തിലേക്ക് വരുന്നു. എത്ര ലാഭിച്ചാലും ഞങ്ങളുടെ ശമ്പളം വളരെ കുറവാണല്ലോ, 10,000 രൂപയിൽ എന്ത് മിച്ചം പിടിക്കാനാണ് എന്ന് പറയുന്നവർക്കുള്ളതാണ് ഈ നയം. അപ്പോൾ കേട്ടോളൂ, കോടാലിയുടെ മൂർച്ച കുറവാണെങ്കിൽ മരം മുറിക്കാൻ കൂടുതൽ സമയവും കൂടുതൽ കരുത്തും വേണ്ടിവരുമെന്ന് ചാണക്യൻ പറയുന്നു. എന്നാൽ മൂർച്ചയുണ്ടെങ്കിൽ ജോലി മിനിറ്റുകൾക്കുള്ളിൽ തീരും. നിങ്ങളുടെ കഴിവാണ് ആ കോടാലി. പലരും ഈ തെറ്റ് ചെയ്യുന്നു. അവർ ജീവിതകാലം മുഴുവൻ 10,000 അല്ലെങ്കിൽ 15,000 രൂപയുടെ ജോലി ചെയ്യുകയും കരഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. എന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അവർ പുതിയ മൊബൈലിനായി 20,000 രൂപ ചിലവാക്കും. എന്നാൽ പുതിയ എന്തെങ്കിലും കഴിവ് പഠിക്കാൻ, ഒരു കോഴ്സ് ചെയ്യാൻ 500 രൂപ ചിലവാക്കില്ല. ദരിദ്രമായ ചിന്ത പറയുന്നത് എന്റെ കയ്യിൽ പണം കുറവാണ്, എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നാണ്. സമ്പന്നമായ ചിന്ത പറയുന്നത് എന്റെ കയ്യിൽ കുറവാണ്, എന്നാൽ എനിക്കെങ്ങനെ എന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ്. സുഹൃത്തുക്കളെ, ഓർക്കുക, പണം ലാഭിക്കുന്നത് വഴി നിങ്ങൾ സുരക്ഷിതരാകും. എന്നാൽ സമ്പന്നനാകാൻ നിങ്ങൾ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക തന്നെ വേണം. നിങ്ങളുടെ യോഗ്യത വർദ്ധിക്കുമ്പോൾ മാത്രമാണ് വരുമാനം വർദ്ധിക്കുന്നത്. ഇന്ന് നിങ്ങൾ 1 മണിക്കൂർ അധികം ചെലവഴിച്ച് കമ്പ്യൂട്ടർ പഠിക്കുകയോ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ജോലി പഠിക്കുകയോ ചെയ്താൽ നാളെ നിങ്ങളുടെ ശമ്പളം 15,000-ൽ നിന്ന് 25,000 ആകാം. സ്വന്തമായി നടത്തുന്ന നിക്ഷേപമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപം. ഒരിക്കലും മാന്ദ്യം സംഭവിക്കാത്ത, ഒരു കള്ളനും മോഷ്ടിക്കാൻ കഴിയാത്ത ഒരു നിക്ഷേപമാണിത്. അതിനാൽ നിങ്ങളുടെ വരുമാനത്തിന്റെ കുറഞ്ഞത് 10% എല്ലാ മാസവും നിങ്ങളുടെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുക. എന്നാൽ നിൽക്കൂ, കഥ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പണം ലാഭിച്ചു, കഴിവുകൾ വർദ്ധിപ്പിച്ചു, എന്നാൽ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്ന ഒരു ശത്രു ബാക്കിയുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളെ വീണ്ടും 0-ലേക്ക് എത്തിക്കാൻ കഴിയുന്ന ശത്രു. ഇനി നാം ആ ശത്രുവിനെ തിരിച്ചറിയുകയും ഉറങ്ങുമ്പോൾ പോലും ഫലം കായ്ക്കുന്ന ഒരു മരമാക്കി നമ്മുടെ പണത്തെ എങ്ങനെ മാറ്റാമെന്ന് അറിയുകയും ചെയ്യും. ആ ശത്രു പുറത്തുള്ള ആരുമല്ല. ആ ശത്രു നിങ്ങളുടെ സ്വന്തം ആർഭാട പ്രദർശനമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതശൈലിയിലെ പണപ്പെരുപ്പം. സമൂഹത്തെ കാണിക്കാൻ വേണ്ടി പണം ചിലവാക്കുന്നവന്റെ പണം കൈവെള്ളയിൽ വെച്ച വെള്ളം പോലെ നശിച്ചുപോകുമെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ അസുഖം ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു കഴിഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ശമ്പളം 15,000-ൽ നിന്ന് 20,000-ആയി വർദ്ധിച്ചയുടൻ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ആ വർദ്ധിച്ച 5,000 രൂപ നിങ്ങൾ നിക്ഷേപിക്കുമോ? നിങ്ങൾ പെട്ടെന്ന് തന്നെ വലിയ മൊബൈൽ ഫോൺ തവണ വ്യവസ്ഥയിൽ വാങ്ങുന്നു. നിങ്ങൾ സുഹൃത്തുക്കൾക്ക് പാർട്ടി നൽകുന്നു. നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ വാങ്ങുന്നു. നിങ്ങൾ വളരുകയാണെന്ന് ലോകം കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ നിന്നയിടത്ത് തന്നെ നിൽക്കുകയാണ്. നിങ്ങളുടെ ശമ്പളം വർദ്ധിച്ചു, പക്ഷേ നിങ്ങളുടെ സമ്പാദ്യം ഇന്നും 0-ആണ്. സുഹൃത്തുക്കളെ, ഓർക്കുക, കൂടുതൽ സമ്പാദിക്കുന്നവനല്ല സമ്പന്നൻ. തന്റെ വർദ്ധിച്ച വരുമാനത്തെ ചിലവുകളാക്കി മാറ്റാത്തവനാണ് സമ്പന്നൻ. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കരുത്. നിങ്ങളുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുക. വില കൂടിയ ഒരു സാധനം പണമായി 10 തവണ വാങ്ങാൻ മാത്രം പണം നിങ്ങളുടെ പക്കൽ ഉണ്ടാകുന്നതുവരെ അത് വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഈ ആർഭാട പ്രദർശനം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ദരിദ്രരുടെ ഓട്ടമത്സരത്തിൽ നിങ്ങളെ ഓടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ മായാജാലം തകർക്കണം. എനിക്ക് സമ്പന്നനായി കാണപ്പെടേണ്ട,
എനിക്ക് സമ്പന്നനാകണം, അങ്ങനെയാകാൻ സമയമെടുക്കുമെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കണം. ഇനി നാം ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്ന് വിളിക്കപ്പെടുന്ന ആ അവസാനത്തെയും ഏറ്റവും ശക്തവുമായ നയത്തിലേക്ക് വരുന്നു. ഇതിനെ കൂട്ടുപലിശ എന്ന് വിളിക്കുന്നു. ക്ഷമ കൈപ്പേറിയതാണ്, എന്നാൽ അതിന്റെ ഫലം വളരെ മധുരമുള്ളതാണെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിരുന്നു. മിക്കവരും നിക്ഷേപം തുടങ്ങുമെങ്കിലും 3 മാസമോ 6 മാസമോ കഴിയുമ്പോൾ അത് നിർത്തുന്നു. വെറും 500 രൂപ ലാഭിക്കുന്നതുകൊണ്ട് എന്താണ് കാര്യം എന്ന് അവർ ചോദിക്കുന്നു. ഇതുവെച്ച് എനിക്ക് കോടീശ്വരനാകാൻ കഴിയില്ല എന്ന് കരുതി അവിടെ അവർ പരാജയപ്പെടുന്നു. ഒരു ആൽമരത്തെ നോക്കൂ, അതിന്റെ വിത്ത് മണ്ണിലിടുമ്പോൾ മാസങ്ങളോളം ഒന്നും കാണാനില്ല. വിത്ത് നശിച്ചു പോയെന്ന് തോന്നും. എന്നാൽ ഭൂമിക്കടിയിൽ വേരുകൾ ശക്തിപ്പെടുകയാണ്. എന്നിട്ട് ആ മരം പുറത്തുവരുമ്പോൾ അത് തലമുറകളോളം തണൽ നൽകാൻ മാത്രം വലുതായിരിക്കും. നിങ്ങളുടെ ചെറിയ സമ്പാദ്യവും ആ ആൽമരത്തിന്റെ വിത്ത് പോലെയാണ്. നിങ്ങൾ എല്ലാ മാസവും വെറും 500 രൂപയുടെ നിക്ഷേപം ചെയ്യുകയും അതിൽ തൊടാതിരിക്കുകയും ചെയ്താൽ 20 വർഷത്തിനു ശേഷം ആ തുക എത്ര വലുതായി മാറുമെന്ന് നിങ്ങളുടെ കണ്ണുകളെക്കൊണ്ട് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ ഇതിനായി നിങ്ങൾ ഒരു മുനിയെപ്പോലെ ക്ഷമയുള്ളവനായിരിക്കണം. ആളുകൾ നിങ്ങളെ കളിയാക്കും. നിങ്ങൾ പിശുക്കനാണെന്ന് ആളുകൾ പറയും. നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നില്ല എന്ന് ആളുകൾ പറയും. എന്നാൽ നിങ്ങൾ ബധിരനെപ്പോലെയാകണം. കാരണം 5 വർഷത്തിനു ശേഷം ആ ആളുകൾ കടം ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ കെട്ടിപ്പടുത്ത നിങ്ങളുടെ സാമ്രാജ്യത്തിൽ നിങ്ങൾ ഇരിക്കുകയായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ദാരിദ്ര്യത്തിന്റെ ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് നിങ്ങളെ പുറത്തുകൊണ്ടുവരാൻ കഴിയുന്ന നിയമങ്ങൾ ഇതൊക്കെയായിരുന്നു. എന്നാൽ ഓർക്കുക, വെറുതെ വീഡിയോ കാണുന്നതുകൊണ്ടോ തലയാട്ടുന്നതുകൊണ്ടോ ഒന്നും മാറില്ല. പ്രാവർത്തികമാക്കാത്തിടത്തോളം കാലം അറിവ് വെറുമൊരു വിഷം പോലെയാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു വാഗ്ദാനം നൽകണം. ഇന്ന് നിങ്ങളൊരു പ്രതിജ്ഞയെടുക്കണം. നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് നിങ്ങളോട് തന്നെ പറയുക, ഇന്നു മുതൽ ഞാൻ പണത്തിനു വേണ്ടി ജോലി ചെയ്യില്ല, മറിച്ച് പണം എനിക്ക് വേണ്ടി ജോലി ചെയ്യും. ഇന്നു മുതൽ എന്റെ വരുമാനത്തിന്റെ ഓരോ അംശവും ഞാൻ എന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്, എന്റെ അടിമത്തത്തിനു വേണ്ടിയല്ല. ഈ വഴി എളുപ്പമല്ല. ഇതിൽ ത്യാഗമുണ്ട്, തപസ്സുണ്ട്, ഇതിന് സമയമെടുക്കും. എന്നാൽ വിശ്വസിക്കൂ, നിങ്ങൾ ഈ ചക്രവ്യൂഹം തകർത്ത് പുറത്തുവരുന്ന അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ തലവര മാറ്റിയ ഒരാൾ ജനിച്ചിരുന്നുവെന്നോർത്ത് നിങ്ങളുടെ വരുംതലമുറകൾ നിങ്ങളെ വണങ്ങും. ഇനി തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്ക് അതേ ഭയം നിറഞ്ഞ ജീവിതം നയിക്കണോ, അതോ ചാണക്യനെപ്പോലെ സ്വന്തം വിധി സ്വയം എഴുതണോ? ഈ വീഡിയോ നിങ്ങളുടെ ആത്മാവിനെ തൊട്ടുണർത്തിയെങ്കിൽ, അതെ, മാറാനുള്ള സമയമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പൂർണ്ണശക്തിയോടെ കമന്റ് ചെയ്യുക, ഞാൻ സമ്പന്നനാകും. കാരണം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ തലച്ചോർ അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. ആചാര്യ ചാണക്യന്റെ കൂടുതൽ ആഴത്തിലുള്ള രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പ്ലേലിസ്റ്റ് തീർച്ചയായും കാണുക. ഒരു സ്കൂളും നിങ്ങളെ പഠിപ്പിക്കാത്ത ജീവിത വിജയത്തിന്റെ രഹസ്യ വഴികൾ ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്.